ഹായ്, ഇന്നത്തെ റെസിപ്പി ജാതിക്ക അച്ചാറാണ്. മൂത്ത ജാതിക്ക നന്നായി പിളർന്നു വരും. ഇതാണ് നമ്മൾ അച്ചാറിനായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുരു നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. കുരുവിനെ കവർ ചെയ്യുന്ന റെഡ് പോർഷനാണ് ജാതിപത്രി എന്നത്. അപ്പോൾ ഈ ജാതിപത്രി നമ്മൾ മാർക്കറ്റിൽ വയ്ക്കുമ്പോൾ നല്ല വിലയുണ്ട്. ജാതിപത്രി അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ വിലയുണ്ട്. ജാതിക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പണ്ട് മുതൽ നമ്മൾ ട്രഡീഷണലായി ആയുർവേദിക് മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഒപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്പൈസും കൂടിയാണ്. കൂടാതെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് നല്ല ഡൈജഷനും അതുപോലെ തന്നെ നല്ല ഉറക്കം തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വെള്ളപ്പാട് പോലെയുള്ളത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. അതോടൊപ്പം കുറച്ച് കറുത്തതും കേടുമൊക്കെ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ അവിടെ നിന്ന് മാറ്റുവാണ്. അതിനുശേഷം ജാതിക്ക നന്നായി കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. ചെറിയ ചെറിയ ഹോൾസ് ഉള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്ന് കിട്ടാൻ സഹായിക്കും. അടുത്തതായി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് മാങ്ങാച്ചാർ ഇടുന്ന രീതിയിൽ കുറച്ച് കട്ടിക്കായിട്ട് കട്ട് ചെയ്യാം. അതേസമയം നമുക്ക് ചെറുതായിട്ട് വേണേലും കട്ട് ചെയ്യാം. ഞാനിവിടെ അല്പം വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജാതിക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തൊന്ന് ആവി കയറാൻ വയ്ക്കുകയാണ്. ഇത് സിമ്മിലിട്ട് ചെയ്താൽ മതി. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. കുറച്ചും കൂടി സോഫ്റ്റായി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആവിയിൽ വെച്ച സമയത്തും ഇവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതിനുശേഷം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യുക. അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇടുന്നുണ്ട്. വെളുത്തുള്ളി 30 മുതൽ 40 അല്ലി വരെ എടുത്തിട്ടുണ്ട്. ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് ഉപ്പുപൊടി സഹായിക്കും. അതിനുശേഷം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇതിലേക്ക് ജാതിക്ക അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ജാതിക്ക ഞങ്ങൾ ജസ്റ്റ് ഓവനിൽ വെച്ചൊന്ന് ഡ്രൈ ചെയ്തെടുത്തതാണ്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തതേ ഉള്ളൂ. ഇത് വെയിലത്ത് വെച്ച് 2-3 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്ത് വേണേലും എടുക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ അധികം ഡ്രൈ ആക്കുന്നില്ല. അതും കൂടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈസി, ടേസ്റ്റി അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒപ്പം ഇതിലേക്ക് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നാവിൽ രുചിയേറും ജാതിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.